ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ ആന്ധ്രയിൽ വിജയവാഡ എത്തി. ഇന്നലെ നമ്മൾ മാക്സിമം ഓടി കേട്ടോ, അല്ലേ? വിജയവാഡ ടൗൺ ഞങ്ങൾ അങ്ങോട്ട് രാത്രി തന്നെ അങ്ങോട്ട് കവർ ചെയ്തു. അല്ലെങ്കിൽ പകല് ടാസ്ക് ആയിരിക്കും, ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ വെറുതെ നമ്മൾ ഈ തിരക്കി കിടന്ന് ഇങ്ങനെ പോകണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ മൈലേജ് എത്രയാണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ പറയാം, ഞങ്ങൾ നോക്കിയത് ഫുൾ ടാങ്ക് അടിച്ചത് എപ്പോഴാന്ന് നോക്കി. ഇന്നലെ രാവിലെ നമ്മൾ ഫുൾ ടാങ്ക്, ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് രാവിലെ ഫുൾ ടാങ്ക് അടിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വണ്ടി എത്ര ദൂരം ഓടിയെന്ന് ഇനിയിപ്പോൾ ബാക്കിയുള്ള പെട്രോളും കൂടി അടിച്ചിട്ട് ഒന്ന് കണക്ക് കൂട്ടും. അപ്പോൾ ഏറെക്കുറെ കിട്ടും കേട്ടോ, കറക്റ്റാണെന്ന് നമ്മൾ പറയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ഇന്നലെ നിന്ന പമ്പ് ഒരു ജിയോൻ്റെ പമ്പാണ്. നല്ല അടിപൊളി പമ്പ്, നല്ല വൃത്തിയുള്ള ബാത്റൂം, അടിപൊളി അല്ലേ? രാവിലെ തന്നെ ആൾക്കാരൊക്കെ വന്ന് ക്ലീൻ ചെയ്തു അപ്പോഴത്തേക്കും, അതുകൊണ്ട് നല്ല ഫ്രഷ് ബാത്റൂം. അപ്പോൾ നമുക്ക് നേരെ യാത്രയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. നമ്മുടെ ടീം ഇവിടെ ഉണ്ട് കേട്ടോ. ഹലോ കാരി, കൊച്ചി കേക്ക് കഴിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ അതിൽ നമ്മൾ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ യാത്രയിലേക്കാണ്. വണ്ടി എടുക്ക് അല്ല, എന്താണെന്നറിയോ, ഈ ഗ്ലാസ്സിൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ ഈർപ്പം വരും. ഇവിടെ ഫുള്ള് വെള്ളം കണ്ടില്ലേ, അത് മൊത്തം ഉണ്ടാവും. അപ്പോൾ നമ്മളത് ഒരിക്കലും നമ്മൾ ചുമ്മാ കളയരുത്. അതായത് എങ്ങനെ കൈവച്ചൊന്നും തുടച്ച് കളയരുത്. തുടച്ച് കളഞ്ഞാൽ എന്താണെന്നറിയോ, പാട് ഭയങ്കരമായിട്ട് വീഴും. അപ്പോൾ ഇങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതാണ് അതിൻ്റെ ഗുട്ടൻസ് എന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മളെല്ലാം എടുത്തില്ലേ, ഉണങ്ങാനിട്ട തുണി ബേക്കിൽ കൂടി പോവാല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചു കേട്ടോ. 23 ലിറ്ററാണ് ഇപ്പോൾ ഫുൾ ടാങ്ക് കയറിയേക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഓടിയത് 371 കിലോമീറ്ററാണ്. അപ്പോൾ ഏറെക്കുറെ 16-17 അതെ, 2 ദിവസം കൊണ്ടാന്ന് ഓർക്കണേ. അപ്പോൾ 16.4-17 അടുത്ത്, 17 16.5 അങ്ങനെ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഓയിൽ ചേഞ്ച് ഒക്കെ ആയി കഴിയുമ്പോൾ കുറച്ചും കൂടിയൊക്കെ മൈലേജ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് പേര് നിങ്ങൾ ഈക്കോയിൽ എണ്ണ അടിച്ച് മുടിയത്തേ ഉള്ളൂ അതാ ഇതാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെ ഒരു ഡയലോഗ് വന്നുകൊണ്ട് മാത്രം മൈലേജിന്റെ കാര്യം പറഞ്ഞു കേട്ടോ. അപ്പൊ നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ ഹൈവേയിലേക്ക് കയറുകയാണ് കേട്ടോ. ഈ ഹൈവേ കയറി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങാൻ ഒരു ഗ്യാപ്പ് പോലും ഇല്ല. പിന്നെ നമ്മൾ ഈ ഹൈവേ തന്നെ പിടിക്കുന്നതിന് ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ മൈലേജ് എന്ന് അറിയാൻ. പിന്നെ വേറൊരു കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേര് പറയുന്നത് നിങ്ങൾ വേഗം വിട്ടോ, ഞങ്ങൾ തമിഴ്നാടും കേരളയും ആന്ധ്രയൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്, നിങ്ങൾ വേഗം പോക്കോ, നോർത്ത് ഈസ്റ്റിൽ പോയിട്ട് എത്ര കാലം വേണേലും നിന്നോ ഒരു കുഴപ്പമില്ലാതെ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ടോള് നമുക്ക് അടയ്ക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ട് വരില്ല കേട്ടോ. കാരണം നമ്മൾ ആനുവൽ പാസ് എടുത്തിട്ടുണ്ട്. ആനുവൽ പാസ് നമുക്ക് 15 രൂപയെ ഇപ്പം ഇതേപോലെ യാത്ര ചെയ്യുന്നവർക്കൊക്കെ എടുത്താൽ അത് ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ. കാരണം നമുക്ക് ഇങ്ങനത്തെ ടോൾ വഴിയാകുമ്പോൾ നമുക്കൊന്നും പേടിക്കാണ്ട് അങ്ങ് പോവാം. പിന്നെ 15 രൂപ നമുക്ക് ഒരു ടോളിൽ പാസ്സാകുമ്പോൾ നമുക്ക് 15 രൂപ കട്ടാവുള്ളൂ. 200 പാസ് നമുക്ക് കിട്ടും. നമ്മളെ എവിടെയെങ്കിലൊക്കെ വണ്ടി നിർത്തിയിട്ട് AC ഒക്കെ നമ്മളിട്ട് ഇങ്ങനെ കുറെ നേരം ഇരിക്കില്ലേ, അപ്പൊ ഈ മൈലേജ് ക്ലിയർ ആണോ? അപ്പൊ അതില് പിന്നെ കൂടുള്ളൂ മൈലേജ്, കൂടുള്ളൂ. അതെ അതെ. നമ്മുടെ വയനാട്ടിലും ഇടുക്കിയിലൊക്കെ സുലഭമായി കിട്ടുന്ന നമ്മുടെ കൊക്കോക്കായാണ് കേട്ടോ. അങ്ങ് ആന്ധ്രാപ്രദേശ് കൊക്കോ കാപ്പിൻ്റെ ബിസിനസ് ഒക്കെ തുടങ്ങിയേ. ഇവിടെയൊക്കെ ഫുള്ളുണ്ട് കേട്ടോ. ഇത് റോഡ് സൈഡിലേക്കൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ വലിയ ഫാമാണ് തോന്നുന്നു, ഉള്ളിലേക്കൊക്കെ നിറച്ചുണ്ട് കേട്ടോ. അത്യാവശ്യം കായും കാര്യങ്ങളും എല്ലാം ഉണ്ടാവേ. ഇതുണ്ടോ, ഇത് നല്ല പഴുത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല പഴുത്ത കായാണ്, വലിയ വലിയ കായകളും ഉണ്ട്. അതേപോലെ ഉള്ളിലേക്കൊക്കെ നിറച്ചുണ്ട് കേട്ടോ. ഞാനിങ്ങനെ പെട്ടെന്ന് ചേട്ടനോട് ചേട്ടാ ഇത് കൊക്കോ കാപ്പി, ചേട്ടൻ ഇത് കൊക്കോയൊന്നും അല്ലടി വേറെ എന്തോ ആണ് എന്നൊക്കെ പറഞ്ഞേ. നിറച്ച് കായ കേട്ടോ. ഇതുണ്ടോ, ഇതിലൊക്കെ നിറച്ച് കായുണ്ട്. കൊള്ളാം. ഇങ്ങനെ ഒരു കാഴ്ച ഇവിടെ വന്നിട്ട് നമ്മൾ പ്രതീക്ഷിച്ചല്ല കേട്ടോ. ഒരു ഹൈവേയിൽ തന്നെയാണ് ഉള്ളത്. നമ്മൾ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. കുഞ്ഞാറ്റ നല്ല ഉറക്കാം. ചേട്ടൻ വണ്ടിയിൽ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് കൊക്കോക്കാ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇറങ്ങി നോക്കിയത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം പറിക്കാം. ഇത് റോഡ് സൈഡിൽ തന്നെ കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത്. ഇതുണ്ടോ, നിറച്ചുണ്ട് കേട്ടോ.
നമ്മുടെ നാട്ടിലുള്ള കൊക്കോക്കായ ഉണ്ടോ? എന്തോരാന്ന് കണ്ടോ? ഞാനത് കണ്ടോണ്ടല്ലേ സൈഡ് ആക്കിയേ. ഇതിങ്ങനെ തുറന്നിട്ടേ ഈച്ചകളൊക്കെ കേറുന്നു. ഈച്ചകൾ കേറുന്നുണ്ട്. ഇവിടെ ഈച്ച ഉണ്ടാവാൻ എന്താ ഉള്ളാവോ? ഈ കൊക്കോ പുളിപ്പിക്കുന്നുണ്ടോന്ന് അറിയില്ലല്ലോ. അറിയില്ല. പൊട്ടിച്ചിട്ടേ അങ്ങനെയാണെങ്കിൽ ഭയങ്കര ഈച്ചയായിരിക്കും. ആണോ? നിനക്ക് കായൊന്നും കിട്ടിയില്ല? കായ ഞാൻ പറിച്ചില്ല. പറിക്കാത്ത അല്ലേ? വേണ്ട, ഇത് ഒരു മതിലിന്റെ അപ്പുറത്താണുള്ളത്. ഈ മതിലിന്റെ ഇവിടെ ഈ തൈകളൊക്കെ കണ്ടോ? ഈ തൈകളൊക്കെ നിറച്ച് കായുണ്ട്. ഞാൻ പറിച്ചില്ലെന്നേ ഉള്ളൂ. ഇതൊക്കെ റോഡ് സൈഡിലാണ് നിൽക്കുന്നത്. വേണ്ട. ഇതെങ്ങനെ റോഡ് സൈഡിൽ ഇരുന്നെന്താ? അവര് കയറ്റിങ് നട്ടായിരിക്കും. 2 തൈ കൂടുതൽ നട്ടാ അതിൽ നിന്ന് കൂടുതൽ കാ കിട്ടിയ പൈസ കൂടുതൽ കിട്ടില്ലേ? ബുദ്ധിപരമായിട്ടുള്ള നീക്കം. അതെ, നിറച്ച് തെങ്ങാട്ടോ ബാക്കി അതിന്റെ ഉള്ളിൽ കൂടി ഫുള്ള്. അത് ശരി. ഇപ്പൊ അതിന്റെ ചോട്ടി പോയി നീ തെങ്ങൊന്നും കണ്ടില്ല? നീ അതിലും വലിയ ആളാണുള്ളത്. തെങ്ങ് ആദ്യമായിട്ടാ കാണുന്നത്? ആദ്യമായിട്ടല്ല, ഇപ്പഴാണ് കാണുന്നത്. അപ്പൊ നിറച്ച് തെങ്ങുണ്ട്. ഇങ്ങനത്തതുകൊണ്ട് അങ്ങറ്റം വരെ തെങ്ങുണ്ട്. പക്ഷെ ആ തെങ്ങിന്റെ ഒക്കെ ഓല ഇരിക്കുന്നുണ്ടോ? വേറെ തൂങ്ങി തൂങ്ങി ആ ഫംഗസ് രോഗം കേറിയിട്ടുണ്ട്. ആണല്ലേ? മരുന്ന് കൊടുത്തില്ലെങ്കിൽ എല്ലാം പോയി കിട്ടും. ഇതേ വല്ലാത്തൊരു കാഴ്ചയാണ് അല്ലേ? ഈ യാത്രയിൽ നമ്മളെ മടുക്കില്ലാത്തൊരു കാഴ്ചയാണ്. അത് ഈ വെയിലാണെങ്കിൽ പോലും നമ്മുടെ മനസ്സ് മടിപ്പിക്കില്ല. അങ്ങനെയാണ് പൂക്കള്. ഞാൻ ആ സൈഡിലേക്ക് ഒന്ന് എടുക്കാവേ. വെറൈറ്റി കളറുകളും കൂടി ആവുമ്പോ മഞ്ഞ, റോസ്, നല്ല ഭംഗിയുണ്ട്. അപ്പുറത്തൊക്കെ വെള്ളം അങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണുമ്പോ ഏരിയ മുഴുവൻ വെള്ളയായിരുന്നല്ലേ. അത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതെന്താ സംഭവം അറിയോ? അന്നേരം നീ കൊച്ചിനെ ഉറക്കുമായിരുന്നു. അതെ, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. നല്ല അടിപൊളി കളർ. അത് വെള്ള കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇതുപോലെ ഒന്നും ആയിരുന്നില്ല കേട്ടോ. കുറച്ചും കൂടി എടുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കുക്കിംഗ് എല്ലാം ചെയ്യണ്ടേ? തെങ്ങുണ്ടോ? എന്തോരാന്ന്. അത് തെങ്ങും പിന്നെ മറ്റേ ഇതും ഉണ്ട്. എന്ത്? പാം ഓയിലിന്റെ മരം ഉണ്ടോ? പാം മരം, പന. വെള്ള കാണാനായിരുന്നു അടിപൊളി അല്ലേ? വെള്ളത് അവിടെ വരുന്നുണ്ട്. പക്ഷെ അത് 1-2 ഒക്കെ അല്ലേ ഉള്ളൂ. നമ്മള് നേരത്തെ കണ്ടത് പറഞ്ഞാൽ ലോഡ് കണക്കിനുണ്ടായിരുന്നു. ഇഷ്ടം പോലെ അല്ലേ? അതൊക്കെയാണ് ശരിക്കും നമ്മുടെ യാത്രയിൽ നമ്മൾ ആസ്വദിക്കേണ്ടത്. അതെ. വെള്ളമുണ്ടോ? ഞാൻ വേറൊരു ഐഡിയ ഇങ്ങനെ ആലോചിച്ചാ, കുറച്ച് കൂടെ നിറയ്ക്കുക, എല്ലാ കളർ കൂട്ടും ഓരോ കമ്പെടുത്ത് കുത്തുക. ഞങ്ങൾക്ക് നാട്ടിലത്തെ ഒരു വരുമാനമാവും. അതെ, യൂട്യൂബ് പുറമെ വേറൊരു വരുമാനമാവും. പുതിയൊരു ബിസിനസ്സും കൂടി എന്തായാലും ഇത് ഹൈവേന്റെ നടുക്ക് കൂടി ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ നമ്മള് ഒരാഴ്ച ഒരു ടൗണിൽ നിൽക്കുക. അതെ, ഒരു സ്ഥലത്ത് നിൽക്കുക. അവിടുത്തെ കട്ടിങ്സ് എടുക്കുക, കുത്തുക, പിടിപ്പിച്ച് ചെയ്യുമ്പോ അവിടെ തന്നെ വെക്കേണ്ടി വരും. പക്ഷേ അല്ലേ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഈ ചെടി എന്ന് പറഞ്ഞ ബിസിനസ്സിനുണ്ടല്ലോ ടാക്സ് ഇല്ല. ഇഷ്ടമല്ലാത്തതായിട്ടും പിള്ളേരെയും പൂക്കളെ ഇഷ്ടമല്ലായിട്ടായിട്ട് ആരും ഇല്ലാന്നല്ലേ പറയുന്നത്. ആൾക്കാരുണ്ട്, എന്നാലും കുറവാ. അപ്പൊ നമ്മളപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഗോദാവരി റിവറിന്റെ മേളിൽ കൂടെയാണ് കേട്ടോ. നിറച്ച് വെള്ളമുണ്ട്. സാധാരണ ഇതിലപ്പോ അത്യാവശ്യം വെള്ളമുണ്ട്. അത്യാവശ്യം വലിയ പാലവുമാണ് കേട്ടോ. നമ്മള് സാധാരണ ചില കഴിഞ്ഞ പ്രാവശ്യത്തെ യാത്രയിലൊക്കെ ചില റിവറുകൾ കാണുമ്പോ സങ്കടം വരുമായിരുന്നു. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. ഇവിടെ നിന്ന് വണ്ടി നിർത്തി കാണിക്കാൻ പറ്റില്ല, അതാണ് വേറൊരു പ്രശ്നം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ കാണിക്കായിരുന്നു. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അത്യാവശ്യം നല്ല വെള്ളമുണ്ടേ. ചേട്ടന്മാരൊക്കെ നോക്കുന്നുണ്ട്. നമ്മുടെ പ്രശ്നം തന്നെയാണ്. നമ്മള് പുതിയ വണ്ടിയാണല്ലോ, ഓവർ സ്റ്റിക്കർ ഒന്നും അടിച്ചില്ല. അതുകൊണ്ട് നമ്മള് ആരും മൈൻഡ് ആക്കുന്നില്ല. എങ്കിലും ചിലവര് നമ്മുടെ നമ്പർ പ്ലേറ്റ് കണ്ട് മൈൻഡ് ആക്കുന്നുണ്ട്. അതെ, അല്ലാതെ ആരും മൈൻഡ് ആക്കുന്നില്ല. അതെ, നമ്മൾ ഈ കേരളത്തിന്റെ പവർ മനസ്സിലാക്കണമെങ്കിലേ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് ഒന്ന് പോണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തോട് നമുക്ക് അത്ര ഒരു എന്താ പറയാ, അവര് A to Z കാര്യങ്ങളും അതില് വൃത്തിയാണെങ്കില് പിന്നെ വണ്ടിയുടെ ഒക്കെ കാര്യങ്ങളാണെങ്കിൽ അങ്ങനത്തെ എല്ലാ കാര്യത്തിലും അവര് പറയുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കേരള സൂപ്പറാണ്, അച്ചാവാല അച്ചാവാല എന്നൊക്കെയാണ് അവര് പറയുന്നത്. ഹിന്ദി പറയാൻ തുടങ്ങി. അച്ചാവാല ഇത് ഹിന്ദിയൊക്കെ തുടങ്ങിയില്ല. നോർത്തിലേക്ക് എന്താ ചെയ്യാ, കാലം മാറുമ്പോഴേ. പാലത്തിന് നീളത്തിന് ഒരു കുറവില്ലല്ലോ, ദൂരം. അതേപോലെ വെള്ളം അത്യാവശ്യം ഉണ്ട് കേട്ടോ. നല്ല വെള്ളമുണ്ട്, നല്ല വെള്ളമുണ്ട്. നേരം ഗോദാവരിയാണ്. എന്നാലും വെള്ളമുണ്ട്. നമ്മൾ ഈ റിവറിന്റെ ഒക്കെ പേര് പഠിച്ചത് കൂടുതൽ എങ്ങനെയാണെന്നറിയോ? നമ്മുടെ കയ്യിൽ ഓടുന്ന ബസിന്റെ ഒക്കെ പേര് ഇതൊക്കെ തന്നെയാണ്. ഗോദാവരി ഉണ്ട്, പിന്നെ ഏതാ ബ്രഹ്മപുത്ര ഉണ്ട്. അങ്ങനെ ഒറ്റ ആൾക്കാരെ വണ്ടിയാണ് അതെല്ലാം. അല്ല, ഈ റിവറുകളുടെ പേരാണത്. അവരുടെ എല്ലാ വണ്ടികളുടെയും പേര് റിവറിന്റെ പേരുകൾ തന്നെയാണ്. നമ്മുടെ വണ്ടീന്റെ പേര് നമുക്ക് ഡാമിന്റെ പേരിട്ടാലോ? കാരാപ്പുഴ. കാരാപ്പുഴ അല്ലെ മുല്ലപ്പെരിയാർ ഡാം. അത്രയും വലുതൊന്നും ഇതും വേണ്ടല്ലേ ഒരു വെറൈറ്റിക്ക്.
അതെ, നമുക്ക് കുക്ക് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടോ? ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആന്ധ്രയിൽ വന്നിട്ട് ആന്ധ്രയിലെ ഒരു നല്ല ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ. ഇല്ല, നല്ല ഫുഡ് ഐ മീൻ ഇവിടത്തെ ഒരു മീൽസ് അതൊരെണ്ണം കഴിക്കാൻ പറ്റി കഴിക്കാം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ആന്ധ്ര അങ്ങ് ഓടി തീർക്കാം. ഓടാൻ കുറേ ഉണ്ട്. ആന്ധ്രയുണ്ട്. വിശാഖപട്ടണം എത്രയും തന്നെ 100-200 കിലോമീറ്റർ ഇനിയും കിടക്കുക. അപ്പൊ അതെങ്ങനെയെങ്കിലും ഒന്ന് തീർത്താൽ നമുക്ക് ഒറീസ കയറാം. ഒറീസ കയറിയാൽ നമുക്ക് അവിടെ സ്ഥലങ്ങളൊക്കെ കണ്ടങ്ങ് പോവാം. ആന്ധ്രയിലാണെങ്കിൽ ഇവിടെ വലിയ കാണാനൊന്നും ഇല്ലതാനും. ഒന്നും കാണുന്നില്ല. നമ്മൾ പോണ റൂട്ടിൽ നമ്മൾ സാധാരണ പോകുന്ന വഴിയിൽ നിന്ന് ഇറങ്ങി എന്താ ഉള്ളത് നോക്കി അങ്ങനെ അല്ല കാണുന്നേ. ഇവിടെ അങ്ങനെ ഒരു ഇത് കാണുന്നില്ല. വേറെ പ്രശ്നം. പിന്നെ ദൂരം നമ്മള് ഓടാണ്ട് കുറച്ച് ഓടുന്നുള്ളൂ. കുക്കിംഗ് കൂടെ കഴിയുമ്പോലെ നാളെ കുക്കിംഗ് ചെയ്ത് കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ കഴുകാനൊക്കെ ഉണ്ട്. അപ്പൊ നാളെ അതെല്ലാം ചെയ്യാം നമുക്ക്. അത്രേ ഉള്ളൂ. ഒരു കട കാണുമ്പോ നിർത്തിക്കാം. നമുക്ക് വിളിച്ചെണീപ്പിക്കാം. ഇനി കട കാണാനാണ് പാട്. അതാണ് നമ്മൾ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് പോയാ പിന്നെ ഒരു കട പോലും കാണില്ല. അല്ലെങ്കിൽ ഫുള്ള് കടകളോട് കളകളായിരിക്കും. അതെന്താ ഒരു ഉണ്ട മേളിൽ പറന്നു നിൽക്കുന്നത്? ഇവിടെ അതാ അറിയില്ല, അങ്ങനെ എന്തോ ഉണ്ടല്ലോ. ഇടയ്ക്ക് ഇങ്ങനെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് കാണാതെ. പിന്നെ ഓരോ ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ ചില ബോളുകൾ പോലെ മീന് ഒക്കെ ഇരിക്കുന്ന കാണാം. എന്താന്നറിയില്ല. കുഞ്ഞാറ്റേനെ കാണിക്കാൻ പറ്റിയില്ലല്ലോ. കുഞ്ഞാറ്റ നല്ല ഉറക്ക. പക്ഷെ ഫുഡ് കഴിക്കാനാകുമ്പോ എന്തായാലും വിളിച്ചെണീപ്പിക്കണല്ലോ. താഴെ ഒരു ടൗൺ ആയിരുന്നു, താഴേക്ക് ഇറങ്ങിയാൽ മതിയായിരുന്നു. ആലോചിക്കുന്നേ പറയുള്ളൂ. അതെന്തോ സംഭവം. ജസ്റ്റ് ഒരു ബോളാന്ന് തോന്നിട്ടെ. അത് പരസ്യം എന്ന് പറയും. ഒരു സേട്ടനാണല്ലോ ആ പൊന്തി നിൽക്കുന്നതെന്ന്. അല്ല, നിങ്ങൾ വരുന്നില്ലേ? അത്രമേ ഒന്ന് ഇറങ്ങി വരണെങ്കിലേ. ഓ, കൊച്ചമ്മ ഇറങ്ങി വരാനാണ്. ഇങ്ങോട്ട് കൈ പിടിച്ചോ. കാര്യം പറയട്ടെ, ഇറങ്ങിയതാണ്. ഞാനൊരു കാര്യം പറയട്ടെ. വണ്ടി ഒന്ന് കഴുകണ്ടേ? വണ്ടി ഇച്ചിരി വെള്ളം കിട്ടും, ഞാൻ ഇപ്പൊ കഴുകും. ഒന്നും വിഷയമില്ല. അതാണ് പ്രോമോഗ്രാനൈറ്റ്. ഇവിടെ കണ്ടോ, തൊട്ടടുത്ത് പാൻകടയാണ്. പാൻകട എന്തായാലും നമുക്ക് കേറി നോക്കാം എന്തൊക്കെ ഉള്ളതെന്ന് കേട്ടോ. മീൽസും പറഞ്ഞു പോകുന്നതല്ലേ നമ്മള്. ഇതിപ്പോ എന്താ കഴിക്കുന്നേ? അതായത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് പച്ചക്കറി ഒട്ടും വേണ്ടെന്നല്ല. നമ്മളിപ്പോ വൺപയർ സാമ്പാറൊക്കെ കഴിച്ചല്ലോ. അപ്പൊ നമ്മൾ ഇടയ്ക്ക് നോൺ വെജ് കഴിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻ ഇതൊക്കെ ഈ നോൺ വെജിൽ നിന്ന് കിട്ടുന്ന അത്ര വെജിറ്റബിൾസിൽ നിന്ന് കിട്ടൂല എന്നല്ല, എന്നാലും വേണം. ഇങ്ങനെ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ മേടിച്ചേക്കുന്ന ഒരു ചിക്കൻ ഫ്രൈ ബിരിയാണിയാണ്. കാരണം കൊച്ചിന് ചിക്കൻ ബിരിയാണി അല്ല, ചിക്കൻ ഫ്രൈ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മേടിച്ചത്. സാധാ ബിരിയാണി പക്ഷെ ഇത് നല്ല എരിവുണ്ട് കേട്ടോ. അത് മാത്രല്ല സൂപ്പർ ടേസ്റ്റ്. കുഞ്ഞാറ്റ ഒരു വാ വെച്ചപ്പോ തന്നെ ഇങ്ങനെ വെക്കുന്നുണ്ട്. അല്ല, ഇത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ടോ? പിന്നെ ഞാനും കൂടെ കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഞങ്ങൾ പക്ഷെ ഒരെണ്ണം മേടിച്ചിട്ടുള്ളൂ കേട്ടോ. ബിരിയാണി രണ്ടാക്കും. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് ഒന്ന് മേടിച്ച് കഴിക്കും. പിന്നെ അത് മാത്രമല്ല, ഇവിടത്തേക്ക് ഒരു ബിരിയാണി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഇത്രയും വലിയൊരു പാത്രത്തിലാണ്. അപ്പൊ നമുക്ക് അത്യാവശ്യത്തിനുണ്ട്. ഇവിടെ ടീം കഴിക്കുന്നുണ്ട് കേട്ടോ. സൂപ്പറാ. ആയിക്കോട്ടെ. നമ്മളെ മിക്കവാറും ഇവിടുന്ന് ഇറക്കി വിടുന്ന എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് കൊച്ചമ്മ എവിടെ കയറി ഇരിക്കണമെന്ന് നോക്കിയേ. മേശേന്റെ മേളിൽ കയറി നിന്നാല് കൊച്ചിന് ഇറങ്ങുള്ളൂ ഭക്ഷണം. നല്ല എരിവും എരിഞ്ഞിട്ട് വലിക്കലോട്ടോ. ഇത് ശരിക്കൊരു യുദ്ധക്കളം തന്നെ അല്ലേ? മസാല കൂടുതലാന്നേ ഉള്ളൂ. ഇത് തിരിച്ചെടുക്കുവോ? പകുതി പൈസ ഇങ്ങ് തരാനാ? അല്ല, കുറച്ച് റൈസ് തന്നാ മതിയായിരുന്നു. റൈസ് കുറവും, മസാല ഇത് ഫുള്ള് മസാല. നല്ല സൂപ്പർ എരിവുമാണ്. മണ്ണിൽ കൂടിയാണോ ഇതിൽ കൂടിയൊക്കെ പൊന്നിച്ച് മാറുന്നതെന്ന് അറിയില്ല. ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? ബിരിയാണി ഞാൻ പറയാലോ, നല്ല അടിപൊളി ബിരിയാണി. പക്ഷെ ആകെ ആ ഒരു മസാലയില്ലേ, മസാല എരിവ് ഇച്ചിരി കൂടുതലായിരുന്നു. ആ ഒരു പ്രശ്നം ഒഴിച്ചാൽ ബാക്കി അടിപൊളി സാധനമാണ്. 3/4 മണിക്കൂർന്ന് വായിന്ന് കപ്പലോടുന്ന പോലെ ഓടുന്ന കൊതി കാരണല്ല കേട്ടോ. അല്ല അമ്മാരി മസാല അല്ലേ? എന്റെ അമ്മ പിള്ളേരൊക്കെ എങ്ങനെ തിന്നോ? സാധാ മീൽസ് തന്നെ മതിയായിരുന്നു. അല്ലടി, അത് നമ്മള് ഇവിടെ ഇന്ത്യക്കാർക്ക് പൊതുവെ എരിവ് മസാല കൂടുതലുമാണ്. പക്ഷെ ഇത് ഇച്ചിരി ഓവറല്ലേ? അത് ഇവിടത്തെ ആൾക്കാർക്ക് അതായിരിക്കും ഇഷ്ടം. പക്ഷെ നമ്മുടെ ബിരിയാണി പോലെ അല്ല അല്ലേ? നമ്മുടെ ബിരിയാണിന്റെ അത്രയൊന്നും ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല എനിക്ക്. അതെന്തായാലും ഉണ്ടാവില്ല. കാരണം നമ്മളത് അത് ഇവര് വന്ന് നമ്മുടെ നാട്ടിൽ വന്ന് ബിരിയാണി കഴിച്ച് ഇവർക്കും ഇഷ്ടപ്പെടില്ല. അതാണ്. വണ്ടി കൂടിയല്ലോ, ഭയങ്കര വണ്ടിയല്ലേ? ഇവിടെ വല്ല സമരം ഉണ്ടോ?
ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മൊത്തം കടകൾ അടച്ചിടുന്നുണ്ടോ? ഞായറാഴ്ച അല്ല താനും. ഞായറാഴ്ച ഒന്നും അല്ല താനും. ഒറ്റ കടകളും ഇല്ല അല്ലേ? എന്തെങ്കിലും കാരണം കാണുമായിരിക്കും. അതെ അതെ. ഇന്നലെ 2 ചേട്ടന്മാരുടെ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ട് അത് വേറെ എന്തോ ആണ്. വിജയവാഡയിൽ കണ്ടിരുന്നല്ലോ. അത് വിജയവാഡയിലല്ലേ? അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട വല്ലതും ആണോ അറിയില്ലട്ടെ. ഒന്നുമില്ല, ഒരു കട പോലും ഇല്ല. കുഞ്ഞാറ്റെ എന്താ ഒന്നും മിണ്ടാത്തേ? ഇവിടെ ഉണ്ടോ? അതെ ഇല്ലേ. ഇറങ്ങിപ്പോയോ? വെള്ളം കുടിക്കുമായിരുന്നോ? അതാണോ ഒച്ചല്ലായിരുന്നത്? ഞാനും വരട്ടെ. റോട്ടിലധികം വണ്ടികളും ഇല്ല കേട്ടോ. വണ്ടികളും കുറവാണ്. ആദ്യം നല്ല വണ്ടി ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ അങ്ങനെ കാണുന്നേ. ഈ ടൗണിലേക്ക് എത്തിയപ്പോ വണ്ടിയൊക്കെ കുറഞ്ഞു. ടൗണിന്റെ പേരെന്താണെന്നറിയോ? രാഗാംപേട്ട. നല്ല ജഗ്ഗാംപേട്ട എന്നാണല്ലോ ഇവിടെ എഴുതി വെച്ചേക്കണേ മാപ്പില്. രാഗാംപേട്ട ജഗ്ഗാംപേട്ട. കൊറേ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഇടയ്ക്കൊക്കെ തുറന്നു. അല്ല ഇനി എന്തേലും ആട്ടെ. എന്താ നിങ്ങൾ പറയാൻ വന്നത്? അല്ല നമ്മൾ പറഞ്ഞ സംഭവം തെറ്റിപ്പോയി കഴിഞ്ഞാല് അറിയാത്ത കാര്യം വെറുതെ പറയണ്ടല്ലോ. പറയണ്ട. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് വെറുതെ അറിയില്ല വെറുതെ പറഞ്ഞു എന്ന് പറയിപ്പിക്കണ്ടല്ലോ. അതെ. എന്തോ ഒരു കൃഷി കണ്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നിറച്ചു പൂ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇടവേള കൃഷി പോലെ ഇങ്ങനെ ചെയ്തേക്കുന്ന പോലെ നല്ല ഭംഗിയുണ്ടേ കാണാനായിട്ട്. എന്താന്ന് പോയി നോക്കട്ടെ. നടക്കുന്നുണ്ടോ എന്തിൽ കൂടിയാന്ന്? വരണ്ടടി ഞാൻ പോയി നോക്കിയിട്ട് വരാടി എന്നൊരു കുറേ വട്ടം പറഞ്ഞാൽ ഇവിടെ അനുസരണയില്ല, കേൾക്കുന്നില്ല. അപ്പം ഞാനും കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്ന കേട്ടോ. എന്താണെന്ന് നോക്കട്ടെ. ഇതെന്താ നോക്കട്ടെ ആദ്യം. ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. സംഭവം എന്താണെന്ന് ഞാൻ കുറേ നോക്കി. എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ലേ. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് തരണം കേട്ടോ. കാരണം പരിചയമില്ല പക്ഷേ കാണുന്നുമില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കുറേ ഉണ്ട് താനും. എന്തൊക്കെയോ തലയിലൊക്കെ പറിച്ചിട്ട് എന്തൊക്കെയോ പാടുന്നുണ്ട്. എന്താണോ എന്തോ ദൈവത്തിനറിയാം. ഞാൻ ആദ്യം കടുകാന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. പക്ഷെ കടുകല്ല. പറയുന്ന ആരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് തരണേ. അപ്പോൾ പോവാം. ഞാൻ കയറേ പൂ പറിച്ചു തരാം. മേഡത്തിൻ്റെ ഉദ്ദേശം വേറെയായിരുന്നു കേട്ടോ. എന്നെ കൊണ്ട് 2-3 പൂ പറിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മേഡം ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. കാരണം അവിടെ കുറേ ചേച്ചിമാരൊക്കെ ഇത് പറിച്ചുകൊണ്ടൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് അതുപോലെ പറിക്കണം എന്നായിരുന്നു ആഗ്രഹം. ഞാൻ നടക്ക്. അടി കിട്ടും എൻ്റെ ഒന്ന്. നടന്നോ. ഇത് കണ്ടോട്ടേ. ഈ ചേട്ടൻ പശുവിനായിട്ട് പോകുന്നുണ്ടോ? പശുവാണോ അത്? പക്ഷെ അതിന്റെ മേത്ത് മുഴുവൻ ഡ്രസ്സോ. എല്ലാരും എന്താ ചെരുപ്പ് കച്ചവടം ഉണ്ടല്ലോ ഭയങ്കരമായിട്ട്. അതിവിടെ കമ്പനികൾ കാണുവേ. അപ്പൊ നമുക്ക് ഹൈവേയിലേക്ക് കയറിയാലോ? ഹൈവേയിലേക്ക് കയറാം. ഇവിടെ തേങ്ങയും കാണുന്നില്ല, ഒരു കുന്തവും കാണുന്നില്ല, മാങ്ങയും കാണുന്നില്ല. തേങ്ങ ഒന്നും ഇവിടെ കാണുന്നില്ല. ഇവിടെ ആരും ഉപയോഗിക്കില്ലേ? അറിയില്ല. ഈ പൊങ്കലിന്റെ ലീവ് ഒക്കെ ഉണ്ടോ ഇവിടെ ഇനിയിപ്പോ? നമ്മള് തേങ്ങ നല്ലായിരുന്നു കടയിൽ പോയി ചോദിക്കണ്ടേ. നാരിയൽ. അവിടെ എന്തായാലും സാധനം ഇല്ല. അല്ല ഇവിടെ എവിടെയെങ്കിലും കട കാണുകയാണെങ്കിൽ ഇവിടുന്ന് ഇറങ്ങാം. ഗ്യാസ് കുറ്റികളൊക്കെ കണ്ടോടി. കുഞ്ഞു ഗ്യാസ് കുറ്റിയൊക്കെ 2.5 കിലോന്റെ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. എനിക്കൊന്ന് ഇവിടെ കടകളൊക്കെ അടച്ചിട്ടിരിക്കുന്നതേ പൊങ്കലിന്റെ ലീവ് തന്നെയാണോ? അങ്ങനെയും നമുക്ക് അനുമാനിക്കാം. എല്ലാ ടൗണിലും കടകളൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അനുമാനിച്ചാലും വേണ്ടിയില്ല. ഒരു ചായ ഉണ്ടാക്കി കുടിക്കാന്ന് വെച്ചിട്ട് അതുപോലെ നടക്കുന്നില്ല. അപ്പൊ നമ്മളങ്ങനെ തപ്പി ലാസ്റ്റ് ഡിമാർട്ട് കിട്ടിട്ടോ. ഒരു ചേട്ടൻ പോയതാണ്. ഒരു ഡിമാർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഡിമാർട്ടിൽ പോയി കുറഞ്ഞ സാധനങ്ങൾ മേടിക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വീഡിയോ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജെയിൻവിയിലൊക്കെ കറങ്ങണം. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാവേ. ഇത് കണ്ടോ, ഒരു തേങ്ങ വാങ്ങാൻ വേണ്ടി വന്നതാണ്. വേറെ ഒന്നുമില്ല. ഇത്തിരി ശർക്കരയും ഒരു തേങ്ങയും അങ്ങനത്തെ കുറച്ച് അതിന്റെ തന്നെ ഐറ്റംസ് സാധനം മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. തേങ്ങ വാങ്ങി 2 സ്പൂണ് അന്നേരത്തേക്ക് പൈസയായി. ഇവിടെ ഒന്ന് പോയി നോക്കിയാലോ? നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ക്ലോസ് ചെയ്തോ? അപ്പൊ നമ്മളങ്ങനെ ഉള്ളിലേക്ക് കയറിട്ടോ.
ഇത് നമ്മളിപ്പോൾ തുണി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ അവിടെ ചെറിയൊരു എക്സിബിഷനും കാര്യങ്ങളൊക്കെയാണ്, റോബോട്ടുകളാണ് മൊത്തം. അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഒരു ഇതാവുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ കയറിയതാട്ടോ. ഇത് കണ്ടോ, ഇതാണ് തോറ് അല്ലേ? തോറാണോ താറാണോ? സൂപ്പർമാനുണ്ട്, ഒക്കെ രസമുണ്ട് കേട്ടോ. ഇത് ഫുള്ള് റോബോട്ടാണ് ചെയ്തേക്കുന്നത്, ഇല്ലെങ്കിൽ ഞങ്ങൾ കയറില്ലായിരുന്നു അല്ലേ? അപ്പോൾ രസമുണ്ട്. കുഞ്ഞാ ആരത്? ഇവിടെ ഒരാൾ വല വീശുന്നത്. സ്പൈഡർമാൻ കറങ്ങി വരാം അല്ലേ? ആ അത് ലാസ്റ്റ് വരാം. ബാറ്റ്മാനൊക്കെ ഇവിടെ ഫുള്ള് സാധനങ്ങൾ മേടിക്കാവുന്ന കടകൾ കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മുടെ പൂപ്പലി പോലെ, പക്ഷേ ഇത് ഫ്ലവർ ഷോ അല്ലെന്നേ ഉള്ളൂ. അല്ല, എല്ലാവിധ കടകളും ഉണ്ട് കേട്ടോ. കുപ്പിവളയുണ്ട്. അൻസി, കൊതുകിന് പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കോട്ടോ. ഞാൻ ആ ഒരു ലക്ഷ്യത്തിലാണ് കയറിയ. കൊതുക് മാറ്റി മേടിച്ചാൽ മതി, അതിന്റെ സ്മെല്ല് നമുക്ക് ഇഷ്ടപ്പെടില്ല. ഇതിപ്പോ അത്യാവശ്യം നല്ല ആളുണ്ട് കേട്ടോ. റോബോട്ടിക് എക്സിബിഷൻ എന്നാ പറഞ്ഞേക്കുന്നത്. ആൻസി എനിക്ക് ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. എന്നെ അങ്ങോട്ട് ആരോ വലിക്കുന്നത് പോലെ. വലിച്ചു പോണ്ട. ആൻസി ഇവിടെ സമ്മാനം ഉണ്ട് കേട്ടോ. മറ്റേ മോസസിന്റെ പരിപാടി. കാശ് പോവും, ഒന്നും തൊട്ട് കിട്ടുമില്ല. ഫുള്ള് അങ്ങനത്തെ കളികളാണ് അല്ലേ? ഇത് ഞങ്ങൾ ശരിക്കും റോട്ടിൽ കൂടി ഇങ്ങനെ പോയപ്പോൾ കണ്ടപ്പോൾ കയറിയെന്നുള്ളൂ കേട്ടോ. ഇതെന്താ? ഗരുവപ്പെട്ട ഗ്രാമ്പൂ 20 രൂപ. ഒന്നും മേടിച്ചാലോ? നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ബിരിയാണിയിൽ ഇട്ടൂടെ? ഇത് വാനിലയാണ്, വാനില. ചെറിയ വാനില. പണ്ട് നമ്മൾ എവിടെയോ പോയപ്പോൾ കണ്ടായിരുന്നല്ലോ. ഗ്രാമ്പൂ, തക്കോലം, ഡേറ്റ്സ് വേണോ? അല്ലെങ്കിൽ നമ്മൾ നെയ്ച്ചോറുണ്ടാകുമ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാ. കറുവപ്പട്ടയുണ്ട്. ജീരമുട്ടായി, അങ്ങനത്തെ കണ്ണുമുട്ടായി. ഇത് നമ്മുടെ നെസ്റ്റ് മുട്ടായി ഒക്കെ ഉണ്ടല്ലോ, നാരങ്ങ മുട്ടായി. അതെന്താ ഇനി വേണ്ടെന്ന് പറഞ്ഞേ? നെയ്ച്ചോറുണ്ടാക്കുമ്പോൾ അതിട്ടാലേ ടേസ്റ്റ് ഉള്ളൂ. അപ്പൊ ഇവിടെയാണ് മെയിൻ ഏരിയ കേട്ടോ. ഇവിടെ നമ്മുടെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ജെയിൻ വീൽ അതാ വേളി കറങ്ങുന്നത്. ഓക്കെ, എന്താ അറിയോ, യാത്രക്കിടക്കേ നമുക്കൊരു റിലാക്സേഷൻ. എന്റെ മോനെ ഇതിലാ ഞങ്ങൾക്ക് ആകെ ഒരെണ്ണേ ഉള്ളൂ. ഇനി തിരിച്ച് ഞങ്ങൾക്ക് വീട്ടിലെത്തിക്കണം. കുറെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതെ, ഇത് കണ്ടോ എന്തോരം പൊങ്ങുന്നുണ്ടെന്ന് നോക്കിയേ. എല്ലാരും നല്ല കാർച്ച കേട്ടോ. അതാണ് ഈ കിടന്ന് ആടുവാ, കണ്ണൊക്കെ അടച്ചിരിക്കുക. പിന്നെ എന്തിനാ അതിൻ്റെ ഉള്ളിൽ പൈസ കൊടുത്ത് ചേച്ചിമാരൊക്കെ കയറിയതുണ്ടോ? ഇത് നമ്മൾ വിചാരിക്കുന്നതല്ലോ, ഭയങ്കരമായിട്ട് പേടിക്കും. 2010 തോന്നുന്നു. അങ്ങോട്ട് പോകും. അവിടെ ഫുഡ് കോർട്ട് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതെന്താ അറിയോ, ഇത് എണ്ണ തൂക്കുക. ഞാൻ ഇതിലേക്ക് എത്ര മുട്ട ഒഴിക്കുന്നതെന്ന് നോട്ടെ. ലാഭമുണ്ടോ നഷ്ടമുണ്ടോ അറിയണമല്ലോ അല്ലേ? അറിയണല്ലോ. ഒരെണ്ണല്ല എന്തായാലും. ഒരു മുട്ടയിൽ ഇത്രയും കിട്ടൂല. ഇത്രയും കിട്ടില്ലല്ലോ. ഇതൊന്നും പൊട്ടുന്നില്ല. തൊലിക്കൊക്കെ ഭയങ്കര കട്ടിയാണ്. ചീമുട്ടയാണോ? അത് നോക്കി ഒഴിക്കണ്ടോ? ഒന്ന് ഒഴിച്ചു. അതിലേക്ക് ഒരു ചെറിയ തൊണ്ട് വീണു. ചെറിയൊരു തൊണ്ടും കിട്ടും. കാൽസ്യം കൂടുതൽ ചെയ്യുന്നേ. പപ്പൊന്നും വേണ്ട കേട്ടോ ഭയ്യ. പപ്പൊന്നും, കോഴിപ്പപ്പൊന്നും വേണ്ട. മുട്ട പൊട്ടിക്കാൻ അറിയാത്ത ഇവനെയാണോ പണിക്കല്ലേ? അങ്ങോട്ട് പൊട്ടിച്ച് ഒഴിക്കും ഭയ്യ. തൊണ്ടുകൾ കുറെ വീഴുന്നോട്ടെ ഭയ്യ. ഇത് ഗരാബേ എന്തൊക്കെ തൊണ്ടില്ലേ? എന്തോ പറഞ്ഞു, ഞാൻ നോക്കിയതാ കേടായതാണോന്ന്. നിക്ക് അത് മാറ്റി മനസ്സിലായില്ലേ? ഒരു മുട്ടയ്ക്ക് 25 രൂപ വെച്ച് 2 50 രൂപ. കുഴപ്പമില്ല. ഇതിപ്പോ പൊന്തി വരും. ഇനി ഇങ്ങോട്ട് നോക്കൂ.
ചത്തില്ലെങ്കിൽ നാളെ വീഡിയോ ഇടുന്നതായിരിക്കും. ചേട്ടായി ഒറ്റ ഒരാള് നിർബന്ധത്തിലാണ് തിന്നുന്നത് കേട്ടോ. എനിക്ക് രക്തത്തിൽ പങ്കില്ല. അതെ. അല്ല ഞാൻ ഈ സാധനം ഇതുവരെ കഴിച്ചിട്ടില്ല, കണ്ടിട്ടുണ്ട് പക്ഷെ കഴിച്ചിട്ടില്ല. ഇതിനി പൊന്തി വരും വന്നോണ്ടിരിക്കുന്നു അല്ലേ? ഇത് കണ്ടോ തന്നെ പൊന്തി വന്നു, ഒരെണ്ണം വന്ന്. ഇനി അപ്പുറത്തെ ആവുന്നേ ഇല്ലല്ലോ, കരിഞ്ഞു പോവോ? ഇതാണ് റോക്കറ്റ് പൊന്തി പോണുണ്ടോ? അതാവുന്ന അനുസരിച്ച് പൊന്തിക്കൊണ്ടിരിക്കുക. പൊട്ടാതെ ഇങ്ങെടുക്കും. ഇതാണ് എഗ് കുൽഫി. കൊള്ളാല്ലേ? കൂടി വേണ്ടായിരുന്നല്ലോ. അത് നമുക്കല്ല അല്ലേ? അപ്പോൾ അത് ആൻസി നമുക്ക് വേണ്ടി മുട്ട കുൽഫി, അതായത് എഗ് കുൽഫി ടേസ്റ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അവിടെ ഇരിക്കാൻ പറ്റില്ല, അവിടെ ഇരിക്കാൻ പറ്റില്ല, ഭയങ്കര ചൂട്. മുട്ട ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ചൈന മുട്ട വല്ലതും ആണോ? എങ്ങനെയുണ്ട്? സോസിന്റെ ഒക്കെ ഒരുമാതിരി പുളി. മുട്ട നല്ലതായിരുന്നു, ഇവരുടെ മുട്ട നല്ലതായിരുന്നു, പക്ഷെ സോസിന്റെ ഒരുമാതിരി ഉളച്ചവാ. ചൂടുണ്ടല്ലോ ഭയങ്കര ചൂടാ. പിന്നെ ഇതിങ്ങനെ ആവി പറക്കുന്നുണ്ടോ? ഇതൊക്കെ ചൂടാമത്തെ. നീ ശരിക്കുള്ളൊരു ടേസ്റ്റ് പറഞ്ഞില്ലല്ലോ. ആദ്യത്തെ നമ്മൾ തിന്നപ്പോ ഒരു പുളി പോലത്തെ തോന്നിയെന്നേ ഉള്ളൂ, പക്ഷെ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. മുട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ മുട്ട നമ്മുടെ മുട്ടയാണ് ചൈനയാണോ ദൈവത്തിന് അറിയാം. എന്തോ ഒരു കളർ ചേഞ്ച് ഉണ്ട്, അത് എന്താന്ന് മനസ്സിലായില്ല. അയ്യോ കളയല്ലേ. ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അതായത് സംഭവം പരിപാടി അടിപൊളിയാണ്. സംഭവേ പരിപാടി അടിപൊളിയാന്ന് പറയാം. ഇതൊരു അയൺമാൻ ആണോ? ഈ പുള്ളിയുടെ തല മാത്രം അനങ്ങുന്നുള്ളൂ. അതാണ് ഇതെല്ലാം വേണം അനങ്ങുന്നുണ്ട്. ചെറിയ എക്സിബിഷൻ എന്നാണ് പറയുന്നത്. ഇതാരാ കുഞ്ഞാ? എനിക്കറിയില്ല കേട്ടോ. ഇതൊക്കെ ആരാണോ പോലെ? ഇവിടെയൊക്കെ ചോട്ടാ ഭീമൊക്കെ ഉണ്ട്. ഡോറ. ആരാ? ഡോറ, ബുജ്ജി, കുറുനരി ഉണ്ട്. കുറുനരി, അതാ കുറുനരി. കുറുനരി മോഷ്ടിക്കരുത്. അറിയില്ല. ഹൾക്കൊക്കെ ഉണ്ട് ഇവിടെ. ഹൾക്കിന്റെ ഒക്കെ മുഖം കണ്ടോ? ഇപ്പൊ പോവാല്ലേ? ഒരു വിധത്തിൽ ഞങ്ങൾ ഇവിടെ എത്തിട്ടോ. ഭയങ്കര ആളല്ലേ, പക്ഷെ സംഭവം കൊള്ളാം. അതെനിക്ക് ലീവും കൂടി ആയതുകൊണ്ടേ നല്ല തിരക്കുണ്ട്. എല്ലാത്തിലും കയറണമെങ്കിൽ 50 രൂപയും എല്ലാ സാധനങ്ങൾക്കും 50 രൂപ. അതിന് തൊട്ടിപ്പത് ഡിമാർട്ടും. നമുക്ക് പോകണ്ടേ? പമ്പും എല്ലാം കണ്ടുപിടിച്ച് കിടക്കൊക്കെ ചെയ്യണ്ടേ? സമയം ഇപ്പൊ തന്നെ എത്രയല്ലേ? അതെ, കൊതിച്ചുകൊണ്ടിരിക്കുക. മക്കളിനോട് ചൂടെടുത്തിട്ട് പോയി. അപ്പഴാ ചേട്ടേ ഞാൻ വിചാരിച്ചെന്ന് പറയാ, അവിടെ നിന്നപ്പോ ഭയങ്കര ലേറ്റ് ആയി എന്നാണ്. അതാണ് നീ ഇങ്ങനെ പോവാ. പിന്നെ അത് മാത്രല്ല, എനിക്ക് അതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴേ ആൾക്കാരും ഭയങ്കര സൗണ്ടും കൂടി ആവുമ്പോ ഭയങ്കര എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ ആവുമായിരുന്നു. നീ ചെവി ഒത്തിപ്പിടിച്ച് നടന്നാ പോരായിരുന്നു. അയ്യോ, ഇങ്ങനെ അടുത്ത് കൂടി. അതുപോലെ കുഞ്ഞാറ്റനെ എടുക്കുകയും ചെയ്യണം, സാധനങ്ങളും കയ്യില്. എല്ലാരും പറയും സാറിനെ പാർക്കിലൊക്കെ കൊണ്ടുപോകണമെന്ന്. പാർക്കിൽ പോയ ടീം ഞങ്ങൾ ഇവിടെ ഇങ്ങോട്ട് വന്നപ്പം കേറാത്ത പാർക്കുകൾ കുറവാണ്. ഞങ്ങൾ അത് വീഡിയോസിൽ കാണിക്കാത്ത കേട്ടോ. ഞങ്ങളുടെ കൊച്ചിനെ മാക്സിമം എൻജോയ് ചെയ്ത് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അല്ല കുഞ്ഞാറ്റേ, അപ്പായും അമ്മയും പാർക്കിലൊക്കെ കൊണ്ടുപോകുന്നില്ലേ? കൊണ്ടല്ലേ? കൊച്ചിൻ ബിസ്ക്കറ്റ് കഴിക്കാണ്ടോ രാത്രിക്കുള്ള? അതെ, തിരക്ക്. രാത്രിക്കത്തെ ഫുഡാണ് കൊച്ചിന്റെ. അപ്പൊ നമുക്ക് ഇനി ഒരു പമ്പ് കിട്ടുവാന്ന് അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഓട്ടം നമ്മൾ പൂർത്തിയാക്കി. ഞങ്ങൾ ഇവിടെ ഒരു പമ്പില് സൈഡാക്കി കേട്ടോ. അതായത് തുണിയോ
തുണി അങ്ങനെ എന്തോ ഒരു സ്ഥലപ്പേരാട്ടോ. ആന്ധ്രാപ്രദേശിലെ തുണി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അടിപൊളി പേരല്ലേ. അപ്പോൾ അതെ ഇവിടെ കുഞ്ഞാറ്റ ഇവിടെ ഉറങ്ങി. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, കുഞ്ഞാറ്റക്കുട്ടി കിടന്നുറങ്ങി. ഇത് കണ്ടോ, മുഖത്തൊക്കെ കൊതുക് കടിച്ചു. അയ്യോ, ആൻസി ഇവിടെ കുളിയും കഴിഞ്ഞിട്ടിരിക്കുവാണ്. തുണികളെല്ലാം കഴുകിയിട്ടു. അപ്പോൾ ഇനി എന്താ ആൻസി പരിപാടി? കിടന്നേക്കാലേ? നീ കിടന്നേക്കാലേ? നമ്മുടെ എനിക്കിപ്പോൾ ചില സമയത്ത് നമ്മുടെ വണ്ടി കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ? എന്താ നമ്മുടെ കൊച്ചിൻ ഹനീഫ ആ മറ്റേ സിനിമയിൽ പോലെ സ്വപ്നക്കൂടിൽ അതേ അവസ്ഥയായിരുന്നു. നമ്മുടെ സൈഡിൽ കൂടെ ഒക്കെ തുണി വലിച്ചിടുന്നു. ഇല്ല, അതെ. അപ്പോൾ എന്തായാലും അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ നാളെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ഗുഡ് നൈറ്റ്.